നമസ്കാരം. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ അംഗനവാടി ജീവനക്കാരിക്ക് 54 വർഷം തടവ് ശിക്ഷ. പീഡനത്തിനിരയായ ബാലന് 6 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനും കോടതി ഉത്തരവിട്ടു. തിരുച്ചിറപ്പള്ളി മഹിളാ കോടതിയുടേതാണ് ഉത്തരവ്. 38-കാരിയായ യുവതിക്കാണ് കോടതി ശിക്ഷ വിധിച്ചത്. തിരുവാരൂർ ജില്ലയിലെ എളവഞ്ചേരിയിൽ 2021 കേസിനാസ്പദമായ സംഭവം. അംഗനവാടിയിൽ പാചകക്കാരിയായി ജോലി ചെയ്യുകയായിരുന്ന ലളിതയാണ് പോക്സോ കേസിൽ ശിക്ഷിക്കപ്പെട്ടത്. ഭർത്താവിന് മകൾക്കുമൊപ്പം കഴിയുകയായിരുന്ന ലളിത പ്രദേശവാസിയായ 15-കാരനുമായി അടുപ്പത്തിലാവുകയായിരുന്നു. ഇക്കാര്യം ആൺകുട്ടിയുടെ വീട്ടുകാർ അറിഞ്ഞതോടെ അവനെ വീട്ടുകാർ ബന്ധുവീട്ടിലേക്ക് അയച്ചു. അവിടെ നിന്ന് കാണാതായപ്പോൾ പോലീസിൽ പരാതി നൽകി. ലളിതയുടെ ഇടപെടലിനെക്കുറിച്ചും അവർ സൂചിപ്പിച്ചു. തുടർന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ ആൺകുട്ടിയെയും ലളിതയും തിരഞ്ഞു കണ്ടെത്തി. ഒരാഴ്ചയ്ക്ക് ശേഷം നാഗപട്ടണം ജില്ലയിലെ വേളാങ്കണ്ണിയിൽ നിന്നാണ് ഇവരെ പ്രത്യേക സംഘം കണ്ടെത്തിയത്. 2021 നവംബർ 4-ന് സംഘം കുട്ടിയെ രക്ഷപ്പെടുത്തി ലളിതയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഊട്ടിയിലും മറ്റു ചില സ്ഥലങ്ങളിലും ഇവർ ഒരുമിച്ച് താമസിച്ചിരുന്നതായി പോലീസ് പറയുന്നു. പോക്സോ നിയമത്തിലെ ഒന്നിലധികം വകുപ്പുകൾ പ്രകാരം ലളിതയ്ക്കെതിരെ കേസെടുത്തു. തിരുവാരൂരിലെ ജില്ലാ മഹിളാ കോടതിയിലാണ് വിചാരണ നടന്നത്. പ്രായപൂർത്തിയാകാത്ത ബാലനെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ചതിന് ലളിതയ്ക്കെതിരെ പോലീസ് കുറ്റം ചുമത്തി. പോക്സോയിലെ 2 വകുപ്പുകൾ പ്രകാരം 20 വർഷം വീതവും തട്ടിക്കൊണ്ടുപോയതുൾപ്പെടെയുള്ള കുറ്റങ്ങൾക്ക് വിവിധ വകുപ്പുകളിലായി 14 വർഷവും തടവ് ശിക്ഷ വിധിച്ചു. തടവ് ഒരുമിച്ച് അനുഭവിച്ചാൽ മതി. ലളിതയെ ട്രിച്ചിയിലുള്ള സ്ത്രീകൾക്കായിട്ടുള്ള പ്രത്യേക ജയിലിലാണ് പാർപ്പിച്ചത്.